അവതാരമെന്നൊന്നും സാധാരണ ജനങ്ങൾ ശ്രീ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സൈബർ സഖാക്കളും നിങ്ങളുടെ അണികളും വായ തുറന്നാൽ മറ്റുള്ളവരെ തെറി വിളിക്കാനും തന്തയ്ക്ക് പറയാനും വെല്ലുവിളിക്കാനും നിൽക്കുന്ന നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ. ഈ MP രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും പടുവിഡ്ഢിയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്നാണ് വിചാരിച്ചത്. ആദ്യം എനിക്ക് സംശയം തോന്നി, ഇനിയിപ്പോൾ മനഃപൂർവ്വം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന്. പക്ഷെ അതല്ല, പുള്ളി ഒരു ബോധവും ഇല്ല, ഇവിടെ ഒന്നുമില്ല, മരം മണ്ടനാണ് പുള്ളി. അങ്ങനെ ഇപ്പോൾ നിലവിൽ എത്ര എണ്ണുണ്ട്? 896 ബാർ ഹോട്ടലുണ്ട്. അന്ന് ബാർ ഹോട്ടൽ ബിയർ വൈൻ പാർലറാക്കി മാറ്റിയത് എത്ര ഉണ്ടായിരുന്നു? എല്ലാം കൂടി 813. ഇപ്പോൾ 896. അതായത് 813 896 സംഖ്യ ശരിയാണ്. പക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നൊന്ന് കേട്ടു നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇയാളെ ഈ MP രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇതല്ലേ വസ്തുത, ഇതല്ലേ കണക്ക്. ഇപ്പോൾ 10 വർഷം മുമ്പ് 813, ഇന്ന് 896, 10 വർഷത്തിന് ശേഷം. എന്നിട്ടാണ് പറയുന്നത് അന്ന് എല്ലാം പൂട്ടി ഇപ്പം എല്ലാം തുറന്നു എന്ന്. അല്ല സുഹൃത്തുക്കളെ, ഇയാൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ബിയർ പാർലറുകളും വൈൻ പാർലറുകളും ബാറും ഒരേപോലെയാണോ പ്രവർത്തിക്കുന്നത്? ഒരേ സാധനങ്ങളാണ് അവിടെ വിൽപ്പന നടത്തുന്നത്. അപ്പൊ ഇയാൾ ഈ നാട്ടിലൊന്നും ആയിരുന്നല്ലേ ജീവിച്ചിരുന്നത്? ഇനി ഉമ്മൻചാണ്ടിയുടെ അവസാന വർഷത്തെ നയമാണ് ശരി എന്നാണ് വി ഡി സതീശന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായമെങ്കിൽ പിന്നെ വീണ്ടും കൂട്ടട്ടെ. ഇയാളെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാട്ടോ. ഇയാൾ നമ്മൾ സാധാരണ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയാണ് ചോദ്യം ചെയ്യണത്. ബാറും ബിയർ പാർലറുകളും ഒരുപോലെയാണെന്ന് നമ്മൾ സാധാരണ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെന്നല്ല ഇതിനെ പറയണം, പറ്റിക്കാൻ ശ്രമിക്കണം. ഇയാൾ എന്താണ് ചെയ്യേണ്ടത്? കല്ലെറിയണ്ട ഇയാളെ. അന്ന് ഉമ്മൻചാണ്ടി എല്ലാം പൂട്ടി, നിങ്ങളെല്ലാം തുറന്നു എന്ന്. അതാണ് ശരിയായ നയം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെങ്കിൽ അദ്ദേഹമല്ലേ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കയ്യിലെ അധികാരം. തെറ്റായ നയമൊക്കെ തിരുത്താൻ അവതരിച്ച അവതാരമാണെന്നാണല്ലോ പറയുന്നത്. മിസ്റ്റർ MP രാജേഷ്, തെറ്റായ നയങ്ങളൊക്കെ തിരുത്താൻ വേണ്ടി ജനിച്ച അവതാരമെന്നൊന്നും സാധാരണ ജനങ്ങൾ ശ്രീ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സൈബർ സഖാക്കളും നിങ്ങളുടെ അണികളും വായ തുറന്നാൽ മറ്റുള്ളവരെ തെറി വിളിക്കാനും തന്തയ്ക്ക് പറയാനും വെല്ലുവിളിക്കാനും നിൽക്കുന്ന നിങ്ങളുടെ കുട്ടികളുണ്ടല്ലോ, അവര് ഈ മുഖ്യമന്ത്രിയെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത്. അല്ലാണ്ട് സാധാരണ ജനങ്ങൾ അങ്ങനെ അവതാരം എന്നൊന്നും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ വി ഡി സതീശൻ ചെയ്താലും തെറ്റാണെന്ന് പറയാനായിട്ട് ഇപ്പോഴത്തെ നാട്ടിലെ ജനങ്ങൾക്കും യുവാക്കൾക്കും അറിയാം. അതുകൊണ്ട് ശ്രീ പിണറായി വിജയനായാലും ശ്രീ വി ഡി സതീശനായാലും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ള സാമാന്യ ബോധം ഈ ജനങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ.